ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് ബെസ്റ്റ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിപ്പം നമ്മളെടുത്ത ഇഡ്ഡലി ഉണ്ടല്ലോ അതിനെ ചെറുതാക്കി കട്ട് ചെയ്ത് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കറക്കിയെടുത്താൽ മതി, ഇതുപോലെ പൊടിഞ്ഞു കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി നമ്മുടെ ചുമന്നുള്ളി ചെറുതാക്കി കട്ടാക്കിയത്, പിന്നെ ഒരു പച്ചമുളക് അതും ചെറുതാക്കി കട്ടാക്കിയത്, ടൊമാറ്റോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ചുമന്നുള്ളി ഇട്ടു ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഇച്ചിരി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കരിയാപ്പില ഇടാം. കരിയാപ്പില ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ടേക്കുന്നേ. ഇതിലേക്ക് പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇടുക. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുത്ത് വെച്ചത് ഇതൊന്ന് നന്നായിട്ട് നമുക്കിങ്ങി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർക്കുവാണ്. ഈ ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണേ. ഒന്ന് വേകുന്ന വരെ നമുക്ക് വെക്കാം. തീ സിമ്മിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിതിൻ്റെ അകത്ത് ഉപ്പിട്ടില്ലായിരുന്നു. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇച്ചിരി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടേ. നമ്മളുടെ തക്കാളി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇടുവാണ്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ഇടുവാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി, ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി. നമുക്കൊന്ന് ഇത് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ഒരു മുട്ടയുണ്ടല്ലോ അത് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടേനെയും ഈ അരപ്പും നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ഈ മുട്ടയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച നമ്മുടെ ഇഡ്ഡലിനെ ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിക്കണം നന്നായിട്ട്. ഇത് നല്ലതായിട്ട് നമ്മളെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. നിങ്ങൾക്ക് ഇഡ്ഡലി രാവിലെ ആക്കി ഇഡ്ഡലി അങ്ങനെ തന്നെ പിന്നെയും കഴിക്കാൻ മടി തോന്നും. അന്നേരം നമുക്ക് ഇതുപോലെ ആക്കി കഴിക്കുവാണെങ്കിൽ പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ ഇത് ഇഡ്ഡലിയുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയുടെ സ്നാക്സ് റെഡിയായി. ഇനി ഒരു ഫൈനൽ ടച്ചപ്പിന് വേണ്ടി പിന്നെ മീതെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുവാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമൻറ്റ് അടിക്കാനും മറക്കല്ലേ. പിന്നെ ആരായാലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.